ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം, അതായത് ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ ഇതിനകത്തൊരു വീഡിയോ ഇട്ടിട്ട്. അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത്, അതായത് എൻ്റെ സ്വന്തം വീട്ടിൽ സമാധാനത്തോടെ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഇവിടെ തന്നെയാണ് കേട്ടോ, ഒരു വർഷം ആവാറായി. അങ്ങനെ ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. അമ്മ ജോലിക്ക് നിൽക്കുന്നത് കൊല്ലത്താണ്. അപ്പം അമ്മ കുറച്ച് ആഴ്ച കൊണ്ടേ പറയുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അമ്മ എടുത്തിട്ട് പോകാമെന്ന്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അതേ നമുക്ക് ബസ്സൊക്കെ കിട്ടി, നമ്മൾ കൊട്ടിയത്ത് എത്തി കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യ ബസ് കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് പെട്ടെന്ന് ബസ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടില്ലേ അപ്പുറത്തൊരു ബസ് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അത് നോക്കി നിന്നപ്പോഴത്തേക്ക് അത് കൊല്ലമായിരുന്നു, അതങ്ങ് പോയി. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ നിന്നു. നമുക്ക് പിന്നെ അവിടെ നിന്നിട്ട് ബസ് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് നേരം നിന്നപ്പോൾ ഒരു പോലീസ് വന്നിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, അപ്പുറത്ത് പോയിട്ട് കയറാൻ. നമ്മൾ എങ്ങനെയാണ് അവിടെ നിന്ന് ഇപ്പുറത്ത് ഇറങ്ങിയത്. പിന്നെ ആ പോലീസ് തന്നെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുവന്നാക്കി. അങ്ങനെ നമുക്ക് ബസ് കിട്ടി. അപ്പോൾ രഞ്ജുവും മോനും ഫ്രണ്ടിലാണ് കേട്ടോ ഇരുന്നത്, ഞാൻ തൊട്ട് ബാക്കിലെ സീറ്റിലായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ പ്രായം ആയവരെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം വേറൊരു സ്ഥലമായി. മാധവട്ടനാണെങ്കിൽ രഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര കാര്യം പറച്ചിലായിരുന്നു. എന്തുവാണോ എന്തോ, നമ്മൾ കൊട്ടിയിൽ നിന്ന് ബസ് കയറി കൊല്ലം എത്തുന്ന വേറെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതേ കൊല്ലത്തെത്തി. അപ്പം മാധവട്ടന് കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് നമ്മൾ മൂന്നുപേരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അമ്മ നിൽക്കുന്ന സ്ഥലം ഇവിടുന്ന് കുറച്ചുകൂടി പോകണം. അപ്പോഴും അമ്മ അവിടുന്ന് ബസ്സിൽ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് അധികം നേരം ഇവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ മാധവട്ടന് കരച്ചിലായി. അപ്പോൾ ഈ ബാഗ് കണ്ടോ, ഈ ബാഗിനകത്ത് 2 ബാഗിലും ഒരു സാധനം ഉണ്ട് കേട്ടോ, കുറച്ചധികം ഉണ്ട്. അപ്പം ഇത് ഞാൻ പിന്നെ കാണിച്ചു തരാം, ഇതിൽ എന്തുവാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മ വന്നെന്ന് പറഞ്ഞു. അമ്മ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അമ്മയുടെ അടുത്ത് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇറങ്ങി അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അമ്മ പക്ഷേ ദേ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ, നടന്ന് വരുവാണ്. ഭയങ്കര ചിരിയാണ്, വീഡിയോയും കൂടി എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ചിരി. പിന്നെ പ്രത്യേകം പറഞ്ഞു മോനെ കൂടെ കൊണ്ടുവരണേന്ന്. പക്ഷേ അമ്മ പറയും കേട്ടോ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ. അപ്പോൾ അതേ അമ്മ താണ്ടേ വന്നേ. എങ്ങനെയുണ്ട്, സുന്ദരിയല്ലേ? ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ടൊക്കെ നോക്കി ചിരിക്കുക. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ബാഗിനകത്തൊരു സാധനം ഉണ്ടെന്ന്, അപ്പോൾ അതും കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോഴിതെല്ലാം ഹോൾസെയിലാണ് കേട്ടോ കട. നമ്മൾ ഇത് ചിന്നക്കട ജംഗ്ഷൻ്റെ അകത്തോട്ടുള്ള ആ മാർക്കറ്റില്ലേ, അതാണ്. അപ്പോൾ ഇവിടുന്ന് അല്ലാതെയും ചില കടയിൽ നിന്ന് അല്ലാതെയും സാധനങ്ങളൊക്കെ തരും കേട്ടോ. അമ്മ ഇവിടുന്ന് സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. എനിക്ക് ചെറിയൊരു ചുമയുണ്ടായിരുന്നു, അപ്പം അതിൻ്റെയാണ് ഈ ഇടയ്ക്കൊരു വലിവ് പോലെ, ശ്വാസം മുട്ടൊക്കെ ഇടയ്ക്കുണ്ട് എനിക്ക്. പനിയൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ അതാണ്ട് ഞാൻ പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ. കുറച്ച് പാത്രങ്ങളാണ് നമ്മളെ വീട്ടിൽ. അമ്മ ഇതിൽ കൂടുതലെടുത്ത് വെച്ചതാ. പക്ഷേ നമുക്ക് എല്ലാം കൂടി കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. മോനും ഉണ്ട്, അവിടെ നിന്ന് വരെ വരണം. ഓട്ടോയിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം കൊണ്ടുവരാം, വലിയ ചരിവും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടിനി. അപ്പം നമ്മൾ ബാഗിൽ കൊള്ളുന്നത് ഇതുപോലെ മറ്റേ കല്ലെടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് അങ്ങനെ ഞാനിക്ക് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇതേ അമ്മയ്ക്ക് ദോശക്കല്ലായിരുന്നു വേണ്ടത്. അപ്പോൾ ഇത് ചേച്ചിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു പാത്രം തൂക്കിയില്ലേ, അത്രയും പാത്രം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു തൂക്കിയിട്ടുള്ള ഒരു വിലയ്ക്കാണ് നമ്മൾ സാധനം വാങ്ങിയത്. അപ്പം ഇതും നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു ചീനിച്ചട്ടിയും കൂടി വാങ്ങി കേട്ടോ. അപ്പം അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി നമുക്ക് വന്നില്ല. പിന്നീട് നമ്മൾ ഒരു കുക്കർ നോക്കാൻ കയറിയേ, പക്ഷേ അമ്മ ഉദ്ദേശിച്ച കുക്കർ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് വാങ്ങില്ല. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടിയൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് നമുക്കിനി എന്തെങ്കിലും കുടിച്ചിട്ടൊക്കെ പോയാൽ മതിയെന്നേ. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. 2 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക്. മാധവട്ടനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ പപ്സ് കഴിക്കുന്നത്. കുഞ്ഞിലെ അവൻ പപ്സ് കഴിക്കുമായിരുന്നു, പിച്ചി കൊടുക്കുമ്പം കഴിച്ചോളും. വലുതായിട്ട് അവൻ അങ്ങനെ കഴിച്ചിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. പിന്നെ മോന് ഓറഞ്ച് ജ്യൂസാട്ടോ വാങ്ങിക്കൊടുത്തത്. എനിക്ക് ലൈമാണ് ഞാൻ പറഞ്ഞത്, അമ്മയ്ക്ക് ഷാർജയും. കഴിക്കാൻ എല്ലാവരും പപ്സ് തന്നെയാണ് വാങ്ങിച്ചത്. അങ്ങനെ വേണ്ട മാധവട്ടൻ്റെ ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ അത് മൊത്തത്തിൽ കുടിക്കത്തൊന്നുമില്ല. ഒരെണ്ണമായിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിന് ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ സാധനം മേടിക്കാനായിട്ട് ബെഡാ ബസ്സിലാണ് വന്നത്. അങ്ങനെ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ
ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പോയി അതൊക്കെ കുറച്ച് നേരം വീഡിയോ എടുത്ത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കൊതി വന്നു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങി കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ജസ്റ്റ് ചെരുപ്പൊക്കെ ഒന്ന് നോക്കി. ഇപ്പോൾ ചെരുപ്പൊക്കെ കൊള്ളാം കേട്ടോ. നമുക്കൊരു കല്യാണമുണ്ട്, മാവിയുടെ മോളെ കല്യാണമാണേ. അപ്പോൾ അതിന് പോകാനായിട്ട് അമ്മ പറഞ്ഞ് ചെരുപ്പ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്കാണെങ്കിൽ കുറേ നോക്കി. ഇപ്പോൾ എൻ്റെ കാലൊക്കെ ഇങ്ങ് വണ്ണം വെച്ചതുപോലെ തോന്നും, കാരണം ഒരു ചെരുപ്പ് എനിക്ക് ചേരുന്നില്ല. അങ്ങനെ ഒരു ചെരുപ്പ് എടുത്തു. അങ്ങനെ ഇതേ നമ്മളെ വീട്ടിലോട്ട് പോവുകയാണ്. നമുക്ക് ബസ്സൊക്കെ കിട്ടി കേട്ടോ. നല്ല ഇരുട്ടായി. അപ്പം ഞാൻ നല്ല രീതിയിൽ ക്ഷീണിച്ചു, നല്ല തലവേദനയുണ്ട്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് തലവേദന ആദ്യമേ വന്നങ്ങ് നിൽക്കും തലവേദന. അപ്പോൾ അതാണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മളത് എൻജോയ് ചെയ്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാത്രി അമ്മയുണ്ട് കൂടെ, അതുപോലെ നല്ല മഴയും കാറ്റൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓയിൽ വന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം അവിടെ കയറി അമ്മയുടെ പുറമൊക്കെ കണ്ടില്ല, നനഞ്ഞിരിക്കുക. ഞാനും നനഞ്ഞു. മോനാണെങ്കിൽ അമ്മയുടെ കൂടെ നടന്ന സാധനങ്ങളൊക്കെ പറക്കിയിടും കേട്ടോ. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല കേട്ടോ, ഞാൻ ഇതൊന്നും സമ്മതിക്കത്തില്ല. അമ്മയുടെയൊക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് വന്നിട്ട് ഞാൻ എടുത്തിട്ടോളാം എന്ന് പറഞ്ഞ് അവനാണ് സാധനങ്ങളൊക്കെ പറക്കിയിടുന്നത്. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പറക്കിയിടുമ്പോഴത്തേക്ക് അവൻ കാണാതെ ഞാൻ പറക്കി ഇങ്ങ് തിരിച്ചു കൊണ്ട് വയ്ക്കും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് കറണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഓട്ടോയിലാണ് വന്നത്. ഓട്ടോയിൽ കയറുന്ന സമയത്ത് നമ്മൾ ഫുള്ള് നനഞ്ഞായിരുന്നു. മോനെ പിന്നെ കുടയൊക്കെ വെച്ച് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടോയിലത്ത് കയറ്റി. ഇപ്പോൾ അതേ വന്ന ഉടനെ പിന്നെ ചായയൊക്കെ ഇടുക. ആദ്യം ഈ ചായ അണ്ണനാണ് കേട്ടോ. എന്ന് വെച്ചാൽ അണ്ണന് കടുപ്പം കുറച്ച് മതി. നമുക്ക് മൂന്നുപേർക്കും അത്യാവശ്യം നല്ല കടുപ്പമൊക്കെ വേണം. പണ്ടുള്ള ചായ ആദ്യം അങ്ങ് മാറ്റിയിട്ട് പിന്നെ കുറച്ചുകൂടി തേയിലയൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്കുള്ള ചായ ആക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.